വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റഡി മലയാളം. ഇന്നലെ നടന്ന ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ പോരാട്ടത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. 300 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ അടുക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള ഈസിൽ വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വിട്ടിട്ട് എടുക്കാം. വലിയൊരു ഡെർബി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡെർബിക്ക് തുല്യമായ മത്സരം തന്നെ പറയേണ്ടിയിരിക്കുന്നു. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളായിരുന്നു. കൊച്ചിയാണോ എന്ന് തോന്നിച്ചു പോയി ഇന്നലത്തെ ശ്രീ കണ്ഠീരവ സ്റ്റേഡിയം. കാരണം അത്രത്തോളം മഞ്ഞപ്പട ആരാധകർ തിങ്ങി നിറഞ്ഞിരുന്നു എന്ന് തന്നെ പറയണം. വെസ്റ്റ് ഗാലറിയിൽ വെസ്റ്റ് ബ്ലൂസ് ബംഗളൂരു ഫാൻസും ഈസ്റ്റ് ഏരിയകളിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പട ഫാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് വളരെ നിരാശയാണ്. എതിരില്ലാത്ത ഒരു ഗോളിന് ബംഗളൂരു വിജയിച്ചു. ഹാവി ഹെർണാണ്ടസ് ആയിരുന്നു ഗോൾ നേടിയത്. ഏതായാലും എടുത്തു പറയേണ്ടത് സുനിൽ ഛേത്രിക്ക് ഉൾപ്പെടെ ബംഗളൂരിന് അനവധി നല്ല ഗോൾ അവസരങ്ങൾ ലഭിച്ചു. അതൊന്നും സുനിൽ ഛേത്രിക്കൊന്നും ഗോളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. എങ്കിൽ കൂടി അവർക്ക് വിജയിക്കാൻ സാധിച്ചു. ബ്ലാസ്റ്റേഴ്സും അത്യാവശ്യം മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു നല്ല രീതിയിൽ കളിച്ചു. ബംഗളൂരു നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ബ്ലാസ്റ്റേഴ്സിന് ഗോളിലേക്ക് എത്താൻ സാധിച്ചില്ല. ഫസ്റ്റ് ഹാഫിൽ നിഹാലും ദിമിയായിരുന്നു ഫോർവേഡിലെങ്കിൽ രാഹുൽ നേർക്കുകയും നിഹാലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ഫെഡറോ ചിർണിച്ചിനെ സ്ട്രൈക്കറിലേക്ക് ഫോർവേഡിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചെങ്കിലും ഗോളിലേക്കൊന്നും എത്തിയില്ല. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു സൂര്യോദയവും അസ്തമയവും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ദിവസം വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനി ഒരു ഷീൽഡ് പ്രതീക്ഷ വേണ്ട എന്ന് തന്നെയാണ് തോന്നുന്നത്. പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്. കണ്ടു തന്നെ അറിയാം. ബ്ലാസ്റ്റേഴ്സിന് ഈ അടുത്ത മത്സരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായി ഹോം ഗ്രൗണ്ടിലാണ് കൊച്ചിയിൽ വെച്ചായിരിക്കും മത്സരം നടക്കുക. മാർച്ച് 13 മത്സരം നടക്കുന്നത്. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ